വെള്ളാറമ്മലയിലുള്ള തെരച്ചിൽ കാരണം നമ്മൾ രാവിലെ ഇവിടെ എത്തുന്ന സമയത്ത് ഹിറ്റാച്ചികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് ശേഷം ഇവിടത്തേക്ക് കൂടുതൽ ഹിറ്റാച്ചികൾ എത്തിക്കുന്നത് നമുക്കിപ്പോൾ കാണാം. രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകരെല്ലാം തന്നെ അവരുടെ തെരച്ചിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മടങ്ങുന്ന കാഴ്ചയാണ്. കാരണം കനത്ത മഴ ഇവിടെ രക്ഷാപ്രവർത്തനം കൂടുതൽ ദുരിതപൂർണ്ണമാക്കിയിരിക്കുകയാണ്. നല്ല രീതിയിൽ ഒഴുക്കുണ്ട് പുഴയിൽ നിന്ന്. അതുകൊണ്ട് മുകളിൽ ഹിറ്റാച്ചി വെച്ചുള്ള പരിശോധനയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. എങ്കിലും ഒരു വിഭാഗം ദുരിതാശ്വാസ പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുകയാണ്. ആ പരിശോധനകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. കനത്ത മഴ പെയ്യുന്നത് ഇപ്പോൾ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സമായി മാറിയിട്ടുണ്ട്. ഇപ്പം കൈപ്പള്ളിക്ക് കാണാം, ഇത് ഒരു വീടാണ്. ആ വീട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ജീപ്പ് മാത്രം ആണ് പലരുടെയും ഉപജീവന മാർഗം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ജീപ്പ് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു വീട്ടിന് അകത്ത് ഒരു ജീപ്പ് കിടക്കുന്ന കാഴ്ച കാണാം. കാരണം ഓരോ വാഹനങ്ങളും അവിടെ തന്നെ വെള്ളം കയറി പൂർണ്ണമായിട്ട് നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഗ്രാമം തന്നെ പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞു. അവിടെ ഇനിയും ഒരു മടങ്ങി വരവ് ഇനി എത്രമാത്രം ബുദ്ധിമുട്ടായിരിക്കും എന്ന് അറിയാൻ സാധിക്കില്ല. പിന്നെ നമ്മളിവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രതിസന്ധിയുണ്ട്. ഈ വീടുകളുടെയൊക്കെ കിണർ അതിൽ ചെളി മൂടി കിടക്കുന്നതിനാൽ ഇവിടെ വന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സൂക്ഷിക്കണമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. കാരണം നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലമാണ്. അവിടെ എങ്ങനെയായിരിക്കുമെന്നറിയില്ല. ഷാനവാസ് ഒന്ന് ബൈക്കിലേക്ക് ക്യാമറ പോകും. കാരണം ഇപ്പോൾ ഒരു ബൈക്ക് തകർന്ന് കിടക്കുന്നത് കാണാം. അതിനിടയിൽ കൂറ്റം മരം മാറ്റിയായിരുന്നു നേരത്തെ ഇവിടെ പരിശോധന നടത്തിയത്. ഇവിടുത്തെ ഈ വീട്ടിലെ ആരെയും തന്നെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല, ആരെയും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടെ പരിശോധന നടത്തിയിരുന്നു, എന്നാൽ ഇവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, അതിന് പുറകിലായിട്ട് കൂറ്റൻ പാറ കഷ്ണങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ പാറകൾ പൂർണ്ണമായി നീക്കം ചെയ്താൽ മാത്രമേ ഇതിനിടയിൽ എവിടെയെങ്കിലും തങ്ങളുടെ ഉറ്റവരോ ഉടയവരോ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. പക്ഷേ അതിനൊന്നും ഇപ്പോൾ സാഹചര്യങ്ങൾ അനുവദിക്കുന്നില്ല. ഇപ്പോൾ അത്തരം വലിയ ഹിറ്റാച്ചികൾ കൊണ്ടുവന്ന് ഇത് മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉടനടി സാധ്യമാകില്ല. കാരണം ഇങ്ങോട്ടുള്ള വഴി വളരെയധികം മോശമാണ്. അത് ഇവിടെ പരിഹരിച്ചതിന് ശേഷം കൂടുതൽ കൈകൾ എത്തിയെങ്കിൽ മാത്രമേ ഇതെല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ ഇവിടെയുള്ളൂ. ഏകദേശം 60ഓളം വീടുകൾ നിന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ 60 വീടുകളിൽ ഇപ്പോൾ ശേഷിക്കുന്ന കുറച്ച് വീടുകൾ മാത്രമാണ് നമ്മൾ കണ്ടത്. ബാക്കിയെല്ലാം തന്നെ ഇല്ലാതായിരിക്കുന്നു. ഒരു ടാറിട്ട റോഡുണ്ടായിരുന്നു, ആ റോഡ് ഈ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. വീടുകളൊക്കെ അടിത്തറ മാത്രമായി